ഞാൻ റിയാദിൽ ഒരു 37 വർഷം മുമ്പ് വന്ന് അന്നത്തെ ഒരു അവസ്ഥ ഇന്നത്തെ അവസ്ഥ നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അന്ന് നമ്മളൊരാൾ മലയാളിനെ കാണണമെങ്കിലും പിന്നെ ഒരു കത്ത് നാട്ടിൽ നിന്ന് വന്ന് കിട്ടണമെന്നുണ്ടെങ്കിലും പിന്നെ പത്തിയിൽ വന്ന് പാലസ് ഹോട്ടലിന്റെ മുമ്പിൽ ആരെയും വരുന്നുണ്ട് പറഞ്ഞാൽ ആ കത്തിനും വേണ്ടി കാത്തുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ മഞ്ചേരിക്കാരും കൂട്ടായ്മയും സംഘടനയും ഒക്കെ ആയി എല്ലാം കൊണ്ടും ആരും പിന്നെ ഫോണും കാര്യം എല്ലാം വന്നുകൊണ്ട് ഒരു വിഷയങ്ങളല്ല. അന്നത്തെ ഒരു ചുറ്റുപാടും ഇന്നത്തെ വലിയൊരു സംഭവമായിട്ട് ഇപ്പൊ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ വരുന്ന ആൾക്കാർക്കോ അന്ന് പിന്നെ ഭക്തയിൽ വന്ന് പാലസ് ഹോട്ടലിന്റെ മുമ്പിൽ കാത്തിക്കാണ് ഒരു കത്തിനും വേണ്ടി. അങ്ങനെ ഒരുപാട് ത്യാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇതൊക്കെ ആയി. പിന്നെ മഞ്ചേരി സ്റ്റോർ തുടങ്ങി. ഞാൻ മഞ്ചേരി സ്റ്റോറിന്റെ മുമ്പിൽ ആ പരിസരത്ത് പിന്നെ ആൾക്കാരൊക്കെ കൂടുതൽ തുടങ്ങി. അവിടെ ഒരു വലിയ പോസ്റ്റ് ബോക്സിന്റെ ബോക്സ് വെക്കൽ തുടങ്ങി. ബോക്സിൽ കത്തും കമ്പി സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫോണും പിന്നെ ഇതെല്ലാം കൂടി നെറ്റൊക്കെ വന്നതോടുകൂടി പിന്നെ അതും അസ്തമിച്ചു. ഇപ്പോഴത്തെ ചുറ്റുപാടനുസരിച്ച് ഇപ്പോൾ വരുന്നവർക്കൊന്നും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യമോ ഒന്നും ഇല്ലാത്തൊരു കാലമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി 27-ാം തീയതി കൽബാണ് മഞ്ചേരിയിൽ വെച്ച് കാണാം. സഹോദരന്മാരെ, ഞാൻ 91 പ്രവാസം തുടങ്ങിയതാണ്. അന്ന് ഇവിടെ വരുമ്പോഴൊക്കെ ഒരു കമ്പനിയിലാണ് വന്നത്. അന്നൊരു മലയാളിനെ കാണുമ്പോൾ എവിടെയാണ് നാട്, എവിടെയാണ് വീട് എന്നൊക്കെ ചോദിച്ചാൽ ആൾക്ക് ചിലപ്പോൾ പറയാനും ഒരു മടിയായിരിക്കും. ഇന്നത്തെ അവസ്ഥയിൽ അതല്ല. ഇന്നിപ്പം പുതിയ തലമുറയ്ക്ക് ഏറ്റവും നല്ലൊരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. ഓരോ പിന്നെ കൂട്ടായ്മകൾ, അതായത് ഇപ്പോൾ ഒരു പഞ്ചായത്ത് ഉണ്ടെങ്കിൽ ആ പഞ്ചായത്തിൽ ഓരോ വാർഡുകളിലും ഓരോ കൂട്ടായ്മകളാണ്. ഇന്നത്തെ അവസ്ഥയാണ്. അന്നത്തെ കാലത്ത് ഒരു ഫോണില്ല, മര്യാദക്കൊന്നും ഇറങ്ങി നടക്കാൻ പറ്റില്ല. അന്നൊക്കെ വളരെ വ്യത്യസ്തമായി നമ്മുടെ സൗദി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഈ മഞ്ചേരി കൂട്ടായ്മയിൽ വന്നതിന് ശേഷം എനിക്കൊക്കെ വളരെ സന്തോഷമാണ്. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഫാമിലി കൂടെ ഉണ്ടായിട്ട് 10-20 വർഷത്തോളമായി. അത് അവരുണ്ടായപ്പോൾ മോള് ചെറുതായിട്ടൊക്കെ ഒന്ന് സ്റ്റേജ് പോലൊക്കെ പെർഫോം ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് കൂട്ടായ്മയിലുണ്ട്. ഇപ്പം എന്ത് സന്തോഷമാണ് അവിടെ ജീവിക്കാൻ. എല്ലാം കൊണ്ടും വളരെ സുഖമാണ് നമുക്ക് സൗദി അറേബ്യനെ കുറിച്ച് പറയുന്നത്. നമ്മുടെ ഒരു കൂട്ടായ്മ ഇപ്പോൾ മഞ്ചേരി നമ്മുടെ ഈ 27-ാം തീയതി ഡിസംബർ 27 നമ്മുടെ കൽബാണ് മഞ്ചേരി എന്ന് വലിയൊരു പ്രോഗ്രാം നടക്കുകയാണ്. അങ്ങനത്തെ പ്രോഗ്രാമുകളൊന്നും മുമ്പത്തെ കാലത്തില്ലായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമുകളും ആണെങ്കിൽ ആൾക്കാരെ ബന്ധപ്പെടാനും നമ്മളെ കൂട്ടുകാരായിട്ട് പരിചയപ്പെടാനൊക്കെ നല്ല അവസരങ്ങളാണ് ഇപ്പം നമുക്ക് കിട്ടിയത്. അതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും നമുക്കിനി വരുന്ന 20-ാം തീയതി നമുക്ക് ഒന്നുകൂടി ഒരുമിച്ച് കൂടാൻ നല്ലൊരു അവസരം മഞ്ചേരി വെൽഫെയർ അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മൊഞ്ചുള്ള മഞ്ചേരിയിൽ എനിക്ക് ശേഷം നമ്മുടെ കൽബാണ് മഞ്ചേരി ആയിട്ട് വലിയൊരു പ്രോഗ്രാം നടക്കാൻ 20-ാം തീയതി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവിടെ വെച്ച് കാണാം. എല്ലാവർക്കും ബൈ ബൈ. ഹലോ, അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ. പ്രവാസം തുടങ്ങിയിട്ട് 25 വർഷം കംപ്ലീറ്റ് ആക്കാൻ പോകുന്നു. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ജേണിയിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിലും ഒരു സന്ദർഭത്തിലുമാണ് ഇന്ന് റിയാദിൽ നിലകൊണ്ടിരിക്കുന്നത്. ഈ റിയാദിലെ പ്രവാസത്തിന്റെ ഏറ്റവും വലിയ ഒരു വൈബ് എന്ന് പറയുന്നത് ഇപ്പോൾ മഞ്ചേരിക്കാരുടെ കൂട്ടായ്മയുള്ള ഒരു ബലവും അതിന്റെ ആ ഒരു കൽബാണ് മെഗാ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഹായ്, ഞാൻ 22 വർഷമായി ഇപ്പോൾ റിയാദിൽ വന്നിട്ട്. ആദ്യമൊക്കെ റിയാദിൽ വന്ന സമയത്തൊക്കെ ഒരു മഞ്ചേരിക്കാരനെ കാണുന്നുണ്ടെങ്കിൽ മഞ്ചേരി ഗല്ലി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു പത്തിയിൽ. അവിടെ പോകേണ്ടി വന്ന സമയത്തൊക്കെ വലിയൊരു ഒറ്റപ്പെടലുണ്ടായിരുന്നു. നമ്മളെ കുടുംബത്തിനെയും നമ്മളെ സുഹൃത്തുക്കളെയും നമ്മുടെ നാട്ടുകാരെയൊക്കെ വിട്ടുപിരിഞ്ഞ് ഇവിടെ വന്ന് ഈ പ്രവാസ ലോകത്ത് ജീവിതം ആരംഭിച്ചപ്പോൾ ഇന്ന് പുതുതായി വരുന്ന ആളുകൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം 16 വർഷമായിട്ട് നമുക്കിവിടെ മഞ്ചേരി വെൽഫെയർ അസോസിയേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ റിയാദിൽ ഒരുപാട് സംഘടനകളുണ്ട്. പ്രാദേശികമായിട്ട് എല്ലാ പ്രദേശങ്ങൾക്കും സംഘടനകളുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് മഞ്ചേരി വെൽഫെയർ അസോസിയേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ മഞ്ചേരിക്കാരെല്ലാവരും ഒറ്റക്കെട്ടായി എല്ലാ പ്രശ്നങ്ങളിലും ഒരുമ്മ പെറ്റ മക്കളെപ്പോലെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ഇന്ന് വരുന്ന മഞ്ചേരിക്കാർക്കൊന്നും ഇവിടെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരുന്നില്ല. കാരണം ഇവിടെ മഞ്ചേരി വെൽഫെയർ അസോസിയേഷൻ അത്രയ്ക്ക് ശക്തമാണ്. ഇനി ബാക്കി കാര്യങ്ങൾ ഡിസംബർ 27-ാം തീയതി കൽബാണ് മഞ്ചേരിയിൽ പറയാം. ഓക്കെ, വരുന്ന ഡിസംബർ 27-ന് നമ്മൾ മഞ്ചേരിക്കാരെല്ലാം ഒന്നിച്ചു കൂടുകയാണ്. റിയാദിലുള്ള പ്രവാസികളായ എല്ലാ മഞ്ചേരിക്കാരും നമ്മൾ ഒരുമിക്കുകയാണ്. അപ്പോൾ അന്ന് നടക്കുന്ന കൽബാണ് മഞ്ചേരി എന്ന പരിപാടി ഒരു നല്ല വിജയമാക്കി തീർക്കാൻ എല്ലാവരെയും ക്ഷണിച്ചോളൂ. ഡിസംബർ 27-ാം തീയതി കൽബാണ് മഞ്ചേരി എന്ന പ്രോഗ്രാം നമ്മൾ എല്ലാവരും കൂട്ടായ്മയോടെ പ്രതീക്ഷിക്കുന്ന ഒരു പരിപാടിയാണ്. അതിലെല്ലാവരും പങ്കെടുക്കുക.
ഡിസംബർ 27 റിയാദിലെ മഞ്ചേരി വെൽഫെയർ അസോസിയേഷൻ നടത്തുന്ന കൽബാണ് മഞ്ചേരി എന്ന പ്രോഗ്രാമിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഹലോ സ്വപ്ന, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം എന്ന് അറിഞ്ഞില്ലേ, 27-ാം തീയതി നമ്മളെ കൽബാണ് മഞ്ചേരിയുടെ പ്രോഗ്രാം അല്ലേ? അത് മുമ്പ് നമുക്ക് മഞ്ജുള മഞ്ചേരി പ്രോഗ്രാം ഉണ്ടായിരുന്നില്ലേ, അതിനെക്കാട്ട് കേമാക്കണം നമുക്ക്. ഇൻഷാ അല്ലാ നമുക്ക് പങ്കെടുക്കണം, വിജയിപ്പിക്കണം.